മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് നമസ്കാരം കഴിഞ്ഞിട്ട് നസീഹത്ത് നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ഉപദേശം നടത്താറുണ്ട്. നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് ചോദിക്കും, ഇന്നലെ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? പ്രവാചകൻ ചോദിക്കാറുണ്ട്. പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ സ്വപ്നം കണ്ടോ? കണ്ടവർ പ്രവാചകനോട് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രവാചകനോട് ചോദിക്കും, അതിന്റെ വ്യാഖ്യാനം എന്താണ് നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില ദിവസം സ്വപ്നങ്ങൾ കാണും. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്നലെ നരകം കണ്ടു, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന് ഉപദേശമെല്ലാം കൊടുത്തു. അവിടെ നിന്ന് പ്രഭാഷണമെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖാമുഖം നോക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിൽ പ്രായമുള്ള ഒരുപാട് സ്വഹാബത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും പ്രവാചകന്റെ മുഖത്തേക്ക് പരസ്പരം പ്രവാചകനെ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവനെ, ചെറുപ്പക്കാരനാണ്, പ്രായമുള്ള സ്വഹാബത്തൊക്കെ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാരും മിണ്ടാതെ ഇരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനത് പറഞ്ഞു കൊടുക്കാൻ നബിയേ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് ഞാൻ പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ, ഈ പറയുന്ന കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞ ആ കാര്യങ്ങളാണ്, ആ രക്ഷയുടെ മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? അറിയുന്നത്ര മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നീയാണ് യഥാർത്ഥ വിജയം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. ആ രക്ഷയുടെ മാർഗമെന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നിങ്ങനെ എണ്ണി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ പറയുന്ന കാര്യങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ തലമുറകൾ കൈമാറി അല്ലാഹുവിന്റെ പ്രവാചകനതാ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ ബല്ലിഗ് അന്നീ വലൗ ആയാ, ഈ
പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇവിടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വദായിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ അവരുടെ കുതിര ഏതു ഭാഗത്തേക്കാണോ നിന്നത് ആ ഭാഗത്തേക്ക് പടച്ചവനെ സ്വഹാബാക്കൾ കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കടന്ന് എന്നിലേക്ക് വന്ന ഇൽമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇതനുസരിക്കാനും പ്രചരിപ്പിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് രക്ഷയുടെ മാർഗം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാം. നിങ്ങളും ഇത് എന്ത് ചെയ്യണം? ജീവിതത്തിൽ അനുസരിക്കണം, പ്രചരിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നേരെ കാലും കൈയൊക്കെ നീട്ടിയിരിക്കല്ലേപ്പാ, നേരെ ഇരിക്കപ്പാ. സ്വർഗമല്ലേ ഇവിടെ ഇരുന്ന് നീ മരിച്ചു പോയാലും നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇരുന്ന് മരിച്ചാലും സ്വർഗവാ. മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കൂല, പേടിക്കണ്ട. ഞാൻ നിങ്ങളും ഇവിടെ ഇരുന്ന് മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കൂല. കാരണം എന്താ? ഇവിടെ ഇരുന്ന് മരിച്ച സ്വർഗം കിട്ടും. ഇപ്പൊ തന്നെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനിയ ഉസ്താദ് ഷെഖൻ ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ കാന്തി അൽഹംദുലില്ലാഹ് വല്ലാത്ത സ്നേഹമായിരുന്നു, ഒരു മകനെ പോലെ. ഞാൻ ആദ്യകാലത്തൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ഇവിടെ അജ്മീറിലേക്കുള്ള യാത്രയിൽ ആരോ മരണപ്പെട്ടു പോയത്. അത്രയും സ്ഥലം അള്ളാഹു സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് അള്ളാഹു ഒടിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ പടച്ചവനെ റബ്ബേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയെ? രക്ഷപ്പെടാനുള്ള മാർഗമൊന്ന് പറഞ്ഞു തരുമോ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയുന്നു, സാധാരണ വഅദ് പോലെ വലിയ കോമഡിയോ വലിയ ഒഴക്കോ ഒന്നും കാണൂല. ഇതൊരു ഉപദേശമാണ്. ഒരു ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണാം. വലിയ ആഘോഷവും വെളിയും കോരുന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ക്ലാസ് ആയിട്ട് വേണം കരുതാൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു ക്ലാസ് ആയി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിമ തകുൻ അഗ്ബദന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത്തഖിൽ മഹാരിമ, ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഹറാമായ കാര്യങ്ങളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഹറാമിനെ സൂക്ഷിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, ഹറാം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നല്ലോ. ഹറാമുകൾ കള്ളുകുടിയുണ്ടല്ലോ, പലിശ തിന്നുന്നതുണ്ടല്ലോ. അല്ലാഹുവേ, വൻപാപങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണി പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പടച്ചവനെ 7 or 8 വൻപാപങ്ങൾ അവിടെ നിന്ന് എണ്ണി പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ, ഹറാമിനെ സൂക്ഷിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മാത്രം പള്ളിയിൽ നിന്ന് പോകുന്നില്ല. ഒറ്റയ്ക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ്സിനാ,
എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ 95ാമത്തെ വയസ്സാണ്. തനിക്ക് 95 വയസ്സായി. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് കൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ, വ്യഭിചാരത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. 95 വയസ്സുള്ള പടുംകിളവനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരൻ കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്. അടുത്ത് ചെന്നിട്ട് അല്ലാഹുവേ, ദുആ കിടന്ന് ഇറങ്ങി വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ 95 വയസ്സായല്ലോ, പ്രായമായല്ലോ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയില്ലല്ലോ, പിന്നെ എന്തിനാണ് വ്യഭിചാരത്തെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്കല്ലേ പ്രായമായത്, എനിക്കല്ലേ പ്രായമായുള്ളൂ, ശൈത്താന് പ്രായമായിട്ടില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 95ാമത്തെ വയസ്സിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തോട് അടുക്കാൻ പോലും പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിന്റെ അവസരമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. ഇന്ന് വ്യഭിചാരം, പടച്ചവനെ, ഇന്ന് വ്യഭിചാരമില്ലാത്ത വീടുകളില്ലല്ലോ. ഇന്ന് ലോകത്തുള്ള ഏകദേശമുള്ള 100-98% വീടിനകത്തും വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചവരെ, രാവെന്ന് പകലെന്നില്ലാതെ റബ്ബേ, ഇന്ന് വീടിനകത്ത് വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? നമ്മൾ കരുതിയിരിക്കുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരമെന്ന് കരുതുന്നത്. വ്യഭിചാരം അതാണെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതിനല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. ഒരാണും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാ. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈയ്ക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. ആദമിന്റെ മക്കൾ വ്യഭിചാരത്തിന്റെ കുറ്റം അവരുടെ മേൽ എഴുതപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഹറാം കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് ഏത് വഴിയിലൂടെ എന്നറിയുമോ? അല്ലാഹുവേ, മൊബൈലിലൂടെയാണ്. പാതിരാത്രി 9 മണിയായ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീടിന്റെ പല പല റൂമിനകത്തേക്ക് കിടക്കുകയാണ്. വാപ്പ ഒരു റൂമിലാണ്, ഉമ്മ ഒരു റൂമിലാണ്, മക്കൾ ഒരു റൂമിലാണ്. പടച്ചവനെ, എന്നിട്ട് ഓരോ റൂമിനകത്ത് കിടന്നുകൊണ്ട് വ്യഭിചരിക്കുമ്പോ, ഫോണിലൂടെയുള്ള വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ, പടച്ചവനെ,
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൂട്യൂബിൽ കയറിയിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പൊന്നുമോനെ, വാട്സപ്പിലൂടെ തന്റെ കാമുകിക്ക് തന്റെ നഗ്നചിത്രം അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാര്, അവിടെ നിങ്ങോട്ട് വേടിക്കുന്ന പെണ്ണുങ്ങള്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവേ നിങ്ങൾക്ക് പടച്ചിറപ്പ് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവര്, അള്ളാന്റെ റസൂല് പറയുകയാ, നാളെ നീ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ നിന്നെ മലക്കുകൾ പിടിച്ചു കയ്യും കാലും ചങ്ങലയിൽ കെട്ടുകയാണ്. നിന്റെ കയ്യും കാലും ചങ്ങലയിൽ കെട്ടിയിട്ട് നിന്റെ കണ്ണിനകത്തേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ചിലരൊക്കെ ഇതിനെ നിസാരമായിട്ടാണ് തള്ളുന്നത്. ഇത് നിസാരമല്ല. പടച്ചവനെ, സിനിമയ്ക്കകത്ത് അരപ്പാവാട ഇട്ടിട്ട് ഒരു പെണ്ണ് കടന്ന് ആടുന്നത് പടച്ചവനെ ഒരു നാണവുമില്ലാതെ ഇരുന്ന് കാണുന്ന മുസ്ലിമേ, അത് നിസാരമാണെന്ന് തള്ളിക്കളയുന്നവര്, അത് നിസാരമായ ഒരു തെറ്റല്ല, അത് നിസാരമായ ഒരു പാപമല്ല. അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത് ഒരു നിസാര തെറ്റല്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ പടച്ചവനെ ഒരു പണ്ഡിതൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരേ ഒരു ദുആ മാത്രമേ പറയുന്നുള്ളൂ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് റബ്ബേ എത്രയോ കൊല്ലങ്ങളായി നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. ഒരു മനുഷ്യന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എപ്പോ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ് പറയുന്നത്. എപ്പോ നോക്കിയാലും ഇതേ ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. അല്ലാഹുവേ, എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എപ്പോ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ്. പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചോദിക്കുന്നത് പോലുമില്ല. ഇത് കണ്ടപ്പോ ആ ചെറുപ്പക്കാരനോടൊരു മനുഷ്യൻ ചോദിക്കുകയാണ്. ഒരു പണ്ഡിതൻ ചോദിച്ചു, എന്തിനാണ് പൊന്നുമോന്, നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, ഇത് മാത്രമേ നീ ദുആ ചെയ്യുന്നല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, എന്റെ ജ്യേഷ്ഠനുണ്ട്, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. അതിൽ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, ആ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ സഹോദരൻ 40 വർഷം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം അറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയുമോ? ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മനുഷ്യന് വേണ്ടി ഈ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന സർവ്വചരാചരങ്ങളും നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, 12 കൊല്ലം ആരെങ്കിലും ഒറ്റയടിക്ക് ബാങ്ക് വിളിച്ചാൽ, 12 വർഷം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ സഹോദരൻ 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. പടച്ചവനെ, 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നിസ്കാരത്തടമ്പുള്ള മനുഷ്യനായിരുന്നു, കയ്യിൽ കിട്ടുന്നത് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു. പടച്ചവനെ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ
എന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ അവിടുന്ന് രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ അവസാനം സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ എന്നോട് പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. എന്നോട് എന്റെ സഹോദരൻ പറഞ്ഞു മോനെ ഖുർആൻ എടുത്തുകൊണ്ടുവാ. പടച്ചവനെ ഞാൻ ചിന്തിച്ചു എന്റെ സഹോദരൻ ഖുർആൻ ഒരുപാട് ഓതിയതാണല്ലോ, ആ ഖുർആൻ ഓതിയിട്ട് മരിക്കാൻ പോകുകയായിരിക്കും, അള്ളാന്റെ ഖുർആൻ കെട്ടിപ്പിടിച്ച് മരിക്കാനായിരിക്കും. ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ സഹോദരന്റെ കയ്യിലേക്ക് ഖുർആൻ കൊണ്ടുവച്ചപ്പോ അവിടെന്ന് പറയുന്നു കഫർതു ബില്ലാഹി ബിമാ ഉൻസില. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുകൊടുത്തപ്പോ ആ ഖുർആൻ വലിച്ചു കീറുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറുകയാണ്. എന്നിട്ട് പറയുകയാ എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ അവസാനം മരണത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ സഹോദരനോട് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ഖുർആൻ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ഖുർആൻ അങ്ങ് വലിച്ചു കീറുകയാണ്. എന്റെ പ്രിയമുള്ളവരെ ആ മനുഷ്യൻ പറയുകയാ എന്റെ സഹോദരൻ കാഫിറായി മരിച്ചുപോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യര് അവസാനം തന്റെ മരണമെടുത്തപ്പോ പരിശുദ്ധമായ ഖുർആൻ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അത് വലിച്ചു കീറിയിട്ട് കാഫിറായിട്ടാണ് മരിച്ചുപോയത്. എന്നിട്ട് പറയുന്നു എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ സഹോദരനും അവിടെ രണ്ടാമത്തെ സഹോദരനും 10 കൊല്ലം ആ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. അവസാനം എന്റെ സഹോദരനും മരണപ്പെട്ടത് കാഫിറായിട്ടാ. ഇപ്പൊ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാണ്, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാണ്. എന്തിനാണ് ഞാൻ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിരുന്ന് ദുആ ചെയ്യുന്നതെന്നറിയുവോ? അല്ലാഹുവേ എന്റെ സഹോദരന്മാർക്ക് വന്ന ഗതി എനിക്ക് തരല്ലേ അല്ലാ, ആ ഗതി എനിക്ക് വരല്ലേ അല്ലാ എന്നുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാർ പടച്ചവരെ. ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? ആ സമയത്ത് അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വഹുമായന്നുറാനി ഔറാദുൻ നിസാ. പടച്ചവരെ യതീംഖാനയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ നീ പറ, അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എത്ര നല്ല മനുഷ്യനാണ് പടച്ചവരെ, എത്ര നല്ല മനുഷ്യനാണ്. ആ മനുഷ്യൻ അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, ദിക്റുകൾ പറയുമായിരുന്നു, സദഖകൾ കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ ആ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന മനുഷ്യർ അവസാനം കാഫിറായിട്ടാണ് മരിച്ചുപോയത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. എന്തേ ദുശീലമെന്നറിയോ? ഔറാദുൻ നിസാ. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ 2 പേർക്കും അല്ലാഹുവേ ഒരേ ഒരു ദുശീലം, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചവനെ നമുക്കും ആ സ്വഭാവമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഹറാമ് കാണുന്നവരാണല്ലോ, സിനിമ കാണുന്നവരാണല്ലോ, സീരിയൽ കാണുന്നവരാണല്ലോ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട കാമുകിയതാ നഗ്നചിത്രം അയച്ചു തരുമ്പോ നീ കാണുന്നവനല്ലേ, നീ ഷെയർ ചെയ്യുന്നവനല്ലേ, IMOയിലൂടെ നിന്റെ പ്രിയപ്പെട്ട കാമുകിയെ കാണുന്നവനല്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിസ്കാരമുണ്ടെങ്കിലും നീ ഖുർആൻ ഓതുമെങ്കിലും സ്വലാത്ത് പറയുമെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ദുശീലം നിനക്കുണ്ടോ? അല്ലാഹുവേ, മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് അന്യപുരുഷന്റെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന പെണ്ണ്, പടച്ചവരെ, അവസാന പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കയറി കളഞ്ഞിട്ട് ആഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു തരികയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണുകൊണ്ട് ഹറാമ് കാണല്, അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം കാണലാണ്. ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? പടച്ചവരെ, പാതിരാത്രി ഫോണിലൂടെ മണിയറ രഹസ്യം വരെ പരസ്പരം പങ്കുവെക്കുന്നവരുണ്ടല്ലോ. മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കലുണ്ടല്ലോ. അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ് പൊന്നുമോനെ. അത് വിവാഹം ഉറപ്പിച്ച പെണ്ണാകട്ടെ, ചെറുപ്പക്കാര് പടച്ചവനെ ചോദിക്കും, ഉസ്താദേ വിവാഹം ഉറപ്പിച്ചല്ലോ. എടാ, ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു നിലയുമില്ലടാ. ആ ഉറപ്പിയിൽ ഇസ്ലാമിൽ ഒരു വിലയുമില്ല പൊന്നുമോര്. നിക്കാഹ് കഴിച്ചാലേ അവള് നിനക്ക് നിന്റെ ഭാര്യയാകൂ. നിക്കാഹ് കഴിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് വരെ അവള് നിനക്ക് അന്യപുരുഷനാടാ. നാട്ടുകാരെ മുഴുവനും വിളിച്ചാൽ, നീ എത്ര സ്വർണം കൊണ്ടിട്ടാല് പടച്ചവനെ, നിക്കാഹ് കഴിക്കുന്നതിന് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു തരുന്നത് വരെ എന്റെ പൊന്നുമോനെ അന്യപുരുഷൻ തന്നെയാ, അവൾ അന്യ പെണ്ണ് തന്നെയാ. പടച്ചവനെ, ഫോണിലൂടെ സംസാരിക്കുന്ന യുവത്വേ, മരിച്ച വ്യഭിചാരിയെ പോലെ മരിക്കണം ചെറുപ്പക്കാരാ. മരിച്ചുപോയാ വാപ്പാ പൊന്നുമക്കളെ ഒരുത്തം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട് അല്പം സ്വർണ്ണമിട്ടിട്ട് വിവാഹം ഉറപ്പിക്കാൻ നിങ്ങളുടെ പൊന്നുമോളെ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ ബലത്തില് നീ നിന്റെ പൊന്നുമോളെ ഫോൺ വിളിക്കാൻ അവസരം കൊടുത്താ നിന്റെ പൊന്നുമോള് വ്യഭിചാരിയാണ് വാപ്പാ. നിന്റെ പൊന്നുമോള് മരിച്ചുപോയാ വ്യഭിചാരിയെ പോലെയാണ് മരിക്കുന്നത്. നീ ആരെന്നറിയുവോ? നീ വ്യഭിചാരിയുടെ വാപ്പയാണ്. നിന്റെ പൊന്നുമോളെ വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് നീയാണ്. നിന്നെ പടച്ചുറപ്പ് വിടൂല. നിനക്ക് തടമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ഹാജിയാരാണെങ്കിലും പള്ളിയിലെ ഇമാമാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തില് ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ആ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് സാരമായി തള്ളിക്കളയുന്ന വാപ്പാ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചുറപ്പ് നിന്റെ മുഖത്ത് നോക്കൂല, നിന്നോട് കരുണ കാണിക്കൂല, നിനക്കൊരു പരിഗണനയും ഉണ്ടാകില്ല, അല്ലാഹുവിന്റെ ദയ പോലും നിനക്കുണ്ടാകില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ്. ഹറാമ് കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, ഹറാമായ കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാവ് കൊണ്ട് മോശമായ സെക്സ് ഉണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നവരല്ലേ പടച്ചവരെ, ഇന്ന് ശരീരത്തിന്റെ വ്യഭിചാരം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. മോശമായത് സംസാരിക്കൽ നിന്റെ നാവിന്റെ വ്യഭിചാരമാ. അല്ലാഹുവേ, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയോ? അന്യ പെണ്ണിന്റെ ശരീരത്തു തൊടല് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകുമ്പോ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോ പടച്ചവനെ ചിലർ കന്യ പെണ്ണുങ്ങളുടെ ശരീരത്തൊന്ന് തടകുന്നത് ഒന്ന് തൊടുന്നത് വല്ലാത്ത ഇഷ്ടമാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ചെറുപ്പക്കാരാ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലതെന്നറിയുവോ ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് ഏതെങ്കിലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടണമെന്ന് ആഗ്രഹമുണ്ടായാൽ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്തെന്നറിയുവോ കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയുണ്ടല്ലോ തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പറയുന്ന നീ പറിച്ചവര് ആ പേര് തന്നെ നിനക്ക് വല്ലാത്ത അലർജിയാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കഴുകിയാ പോകുമല്ലോ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കഴുകിയാൽ അത് പോകുമല്ലോ പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടാൽ അത് പാപമാണ് ചെറുപ്പക്കാരാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പള്ളിയിലെ 1ാമത്തെ സഫിലാണ് ഇരിക്കുന്നത് എപ്പോ നോക്കിയാലും പള്ളിയിലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനാ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാണ് അവിടുന്ന് പറയുന്നു ചെറുപ്പക്കാരാ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ ചെറുപ്പക്കാരാ ആരും കാണില്ല ഒരു പ്രാവശ്യം എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് ഒരു പെണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഒരു പെണ്ണിന്റെ ശരീരത്ത് ഞാൻ തൊട്ടുപോയല്ലോ റബ്ബേ ഖസറ ദുനിയാ വൽ ആഖിറ എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ നാളെ ഞാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലാ ഒരു സുന്ദരിയായ പെണ്ണ് പാതിരാത്രി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പേടിച്ച് തളർന്നു വീഴുകയാ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി കാരണം ആ ചെറുപ്പക്കാരൻ തളർന്നു വീഴുകയാണ് റബ്ബേ ഏതോ വഴിയാത്രക്കാരെടുത്തുകൊണ്ട് ആ പൊന്നുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ പൊന്നുമോനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മുന്നിൽ പൊന്നുമോനെ കൊണ്ടുവെക്കുമ്പോ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു മോനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു വാപ്പാ ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ എന്റെ ശരീരം ആ പെണ്ണിന്റെ ശരീരവുമായി സ്പർശിച്ചു വാപ്പാ എനിക്ക് അല്ലാഹു ശിക്ഷ തരുവോ അതോ പേടിച്ച് പിന്മാറിയതിന് പകരം പ്രതിഫലമാണോ തരുന്നത് പ്രിയപ്പെട്ട വാപ്പയോട് പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പോയി ചോദിക്കുവാപ്പാ അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോര് പറയുമ്പോ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ അങ്ങോട്ടൊരു പെണ്ണിനെ കേറി പിടിച്ചതല്ല അങ്ങോട്ടൊരു പെണ്ണിനെ കേറി പിടിച്ചതല്ല ഒരു പെണ്ണിങ്ങോട്ട് കേറി പിടിച്ചതാണ് ഒരു പെണ്ണിങ്ങോട്ട് കേറി പിടിച്ചതാ
പക്ഷേ ഇങ്ങോട്ട് പിടിച്ചപ്പോ പോലും അല്ലാഹുവേ അവിടുന്ന് പേടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ചിന്തിച്ച് ആ ചെറുപ്പക്കാരൻ ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോവുകയാ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവന്ന് 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ പടച്ചറപ്പിനെ കുറിച്ച് പേടിച്ചിട്ട് മാറിയ പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. നിനക്ക് നാളെ പടച്ചറപ്പ് 2 സ്വർഗം തരുമെന്ന ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പടച്ചവനെ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എല്ലാ പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള അവസരമാണ് പടച്ചറപ്പ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയുസ് തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തു പോയത് പടച്ചറപ്പിനോട് ഏറ്റുപറയാരാ. അതുകൊണ്ട് ഫോൺ വിളിച്ചവരുണ്ട്, പടച്ചവനെ വൃത്തികേടുകൾ കാണിച്ചവരുണ്ട്, അന്യപുരുഷന് ചിത്രമയച്ചു കൊടുത്തവരുണ്ട്, അന്യപുരുഷനുമായി ശരീരത്തിൽ തൊട്ടവരുണ്ട്. എല്ലാം ഇന്ന് വരെ ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലേ. പടച്ചുറപ്പ് നിന്നോട് കാണിക്കുന്ന കരുണയാ, അല്ലാഹു നിന്നോട് കാണിക്കുന്ന കരുണയാ. നിന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനുഷ്യന് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവരെ, മായിസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് എന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പോ മായിസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുകയാ. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല. രണ്ടാമതും എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, കള്ളു കുടിച്ചിട്ടില്ല. മൂന്നാമതായിട്ടും മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ തെറ്റു ചെയ്തു എന്ന് അംഗീകരിക്കുന്നു നബിയേ. എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധിയെന്ന് എനിക്കറിയാ. എങ്കിലും എനിക്ക് കുഴപ്പമില്ല നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടാൽ, ഈ സഹാബത്തിന്റെ മുന്നിൽ മുഴുവനും ഞാൻ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല നബിയേ. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വ്യഭിചാരിയെ പോലെ കടന്നു പോകാ, ഒരു വൃത്തികെട്ടവനെ പോലെ കടന്നു പോകാ. കോടാലി കോടി ജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. അങ്ങല്ലേ പറഞ്ഞത്, അങ്ങല്ലേ പറഞ്ഞത്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, സഹാബാ, എറിഞ്ഞു കൊല്ലു സഹാബാ.
അള്ളാന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബത്ത് വലിയ വലിയ കല്ലെടുത്തിട്ട് എറിയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു ഏറുകൊണ്ടിട്ട് പടച്ചവരെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ ശരീരം വേദനിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു മരണപ്രാളത്തിൽ ഓടുകയാണ്. സഹാബത്ത് പുറകെ ഓടി. പടച്ചവനെ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. സഹാബത്ത് മടങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സമാധാനമായി. പടച്ചവരെ അല്പസമയം കഴിഞ്ഞപ്പോ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് നടന്നു വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അറിയാതെ ഓടിപ്പോയി നബിയേ. ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയി നബിയേ. അതുകൊണ്ട് സ്വഹാബത്തിനോടൊരു കുഴി കുത്താൻ പറ. ഒരു കുഴി കുടിച്ചിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്റെ കയ്യും കാലം കെട്ടികെട്ടി എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എനിക്കോടാറ് കഴിയില്ലല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായി റളിയല്ലാഹു തആല അൻഹുവിനെ കുഴിക്കകത്ത് നിർത്തിയിട്ട് സ്വഹാബത്ത് മുഴുവനും കല്ല് പറക്കി എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഒരിക്കൽ ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോ ഒരു സഹാബി പറഞ്ഞു, ഇവൻ നഷ്ടപാളിയാണ്, ഇവൻ നഷ്ടപാളിയാണ്, ഇവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ. മായിസ് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ കിടന്ന് സുഖിക്കുകയാ. എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ? മോനെ, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താല്, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താ പടച്ചവൻ നാളെ പരലോകത്ത് വെച്ച് നിന്നെ പിടിച്ചു നിർത്തൂലടാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ച റബ്ബ് നീതിമാനാണ്. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊന്ന വാർത്ത ഇങ്ങനെ നാട് മുഴുവനും പരക്കുകയാണ്. ആ സമയത്ത് വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചെവിയിലെത്തുകയാ. സമാധാനമില്ല, സമാധാനമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, മായിസിന്റെ കൂടെ വ്യഭിചരിച്ച പെണ്ണാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല പോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ, എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എങ്കിലും നീ പ്രസവിച്ചിട്ട് വാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പ്രസവം കഴിഞ്ഞു വാ. ആ പെണ്ണ് വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. പടച്ചവനെ പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, പ്രസവം കഴിഞ്ഞ ഉടനെ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നബിയേ, എന്റെ പ്രസവം കഴിഞ്ഞു നബിയേ, എനിക്കുള്ള ശിക്ഷ ദാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കുഞ്ഞിന് 2 മാസം 2 വർഷം പാല് കൊടുത്തിട്ട് വാ. ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് വരെ പാല് കൊടുക്കണമല്ലോ. എന്നിട്ട് വരാൻ അല്ലാഹുവിന്റെ റസൂല് പിന്നെയും പറഞ്ഞു വിടുകയാ. കാരണം കുഞ്ഞിന്റെ മനസ്സ് കണ്ട, കുഞ്ഞിന്റെ മുഖം കണ്ട മനസ്സ് മാറുമല്ലോ. പക്ഷേ ഈ പെണ്ണ് ചോരക്കുഞ്ഞുമായി കടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ പ്രായമായപ്പോ ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിയേ, എനിക്കുള്ള ശിക്ഷ ദാ നബിയേ.
എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് നാളെ പടച്ചുറപ്പിന്റെ മുന്നിൽ തെറ്റുകാരായി നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കടങ്ങൾ ഉയർത്തിയിട്ട് ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്താ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ചുറപ്പ് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എത്ര വലിയ കൊടുമ്പാപം ചെയ്താൽ, കള്ളു കുടിച്ചാല്, പെണ്ണ് പിടിച്ചാല്, പരിശു തിന്നാലും, വൃത്തികേടുകൾ കാണിച്ചാൽ, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ പടച്ചുറപ്പിനോട് കരഞ്ഞു ദുആ ചെയ്താ അല്ലാഹു പുറത്തു തരാമെന്ന് പടച്ചുറപ്പ് തന്നെയാ പറഞ്ഞത്. നീ ചോദിക്കാൻ മടിക്കേണ്ട, നീ ചോദിക്കാൻ മടിക്കേണ്ട. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവാണ് പറഞ്ഞത് നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവര് കള്ളു കുടിച്ചവരാണെങ്കിലും, അവര് വ്യഭിചരിച്ചവരാണെങ്കിലും, അവര് പലിശ തിന്നവരാണെങ്കിലും, അവർ വൃത്തികേടുകൾ ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാ പറ നബിയേ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാ നബിയേ. ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബാ ഹുറൈറ ഇത്തഖിൽ മഹാരിമ, ഹറാമിനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹറാമുകളെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വ്യഭിചാരം, വലാ തഖ്റബു സിന, വ്യഭിചാരത്തിനോട് അടുക്കരുത്. വളരെ മോശമായ കാര്യമാണ്. കണ്ണുകൊണ്ട് കാണൽ, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ സാരല്ല. അന്യ പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ പേരിലാ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ കാഫിറായി ചത്തുപോയത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ കള്ളു കുടിച്ചിട്ടല്ല കാഫിറായി മരിച്ചുപോയത്, പെണ്ണുങ്ങളുടെ ശരീരം കണ്ടതിന്റെ പേരില്ല. അല്ലാഹു നമുക്ക് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണുകൊണ്ട് കാണൽ ഹറാമ, ചെവി കൊണ്ട് കേക്കൽ ഹറാമ, നാവ് കൊണ്ട് പറയൽ ഹറാമ, കൈകൊണ്ട് പിടിക്കുക. ഒരു പെണ്ണിനെ ബസ്സിൽ കയറുമ്പോ തോണ്ടാൻ, ആളെ ട്രെയിനിൽ കയറുമ്പോ തോണ്ടാൻ, കല്യാണം വീട്ടിൽ പോയി തോണ്ടാൻ, അങ്ങനെ നരമ്പ് രോഗികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നിർത്താറായോ? ബോറടിച്ചു തുടങ്ങിയ? ബോറടിച്ചു തുടങ്ങിയ? ഇല്ല, പിന്നെന്താ മരിച്ചു വിട്ടിരിക്കണോരിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കുന്ന ആൾക്കാരിലെ ഏറ്റവും വലിയ കോടീശ്വരൻ 1 കോടി രൂപ ഉള്ളവനല്ല, ബെൻസ് കാറുള്ളവനല്ല, മാളിക പോലെ വലിയ കൊട്ടാരമുള്ളവനല്ല, ബിൽഡിങ്ങുകളുള്ളവനല്ല. അള്ളാഹു തന്നത് ചെറിയ ഒരു വീടും കഞ്ഞിയും പേരാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാതെ പോയത് ഈ സാധനമാണ്. നമുക്കില്ലാതെ പോയതും ഇത് തന്നെയാ. മഹാനായ പ്രവാചകന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ റളീത ബിമാ കസംതു ലക അറഹതു ഖൽബക വ ബദനക വ അന്ന മഹ്മൂദ്.
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നിനക്ക് അള്ളാഹു സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് മനസമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനല്ല. നമുക്കാണെങ്കിൽ പടച്ചോനെ മറ്റുള്ളവൻ അള്ളാഹുവേ അള്ളാഹുവിന് കൊടുത്തു എനിക്ക് തന്നില്ല, അങ്ങനെ നമുക്ക് അങ്ങോട്ടും കിട്ടും. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചിട്ട് ഒന്നും നേടാനില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഹാജിയാർക്ക് കിട്ടുമോ? ഞാൻ ഹാജിയാര് തലകുത്തി മറിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഹാജിയാർക്ക് കിട്ടുമോ? കിട്ടൂല. അത് അള്ളാഹ് തീരുമാനിച്ച് അങ്ങനെ വെച്ചതാ. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, ഹാജിയാർക്ക് കിട്ടേണ്ടത് ഹാജിയാർക്ക് കിട്ടും. ഹാജിയാരുടെ പൈസ കണ്ടിട്ട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് അസൂയ, കൂടപ്പിറപ്പുകൾ പോലും അസൂയ, കൂടപ്പിറപ്പുകളോട് പോലും വല്ലാത്ത അസൂയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. എന്തിന്റെ പേരിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ വെച്ചാൽ കിട്ടണ പണിയറിയോ? അസൂയ വെച്ച നീ അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേര് നീ അസൂയ വെക്കുന്നു. നീ അപ്പൊ അസൂയ വെക്കുന്നത് അവനോടല്ല, അള്ളാനോടാ. അള്ളാഹ് കാണിച്ചത് ശരിയായില്ല എന്നാ നീ വരികയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മറ്റൊരുത്തന്റെ പണവോ സമ്പത്തോ കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ച അള്ളാഹു നിങ്ങൾക്ക് 4 പണി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്ന നീ ഇങ്ങനെ പന പോലെ വളരുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ്? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും, പടച്ചോനെ ഞാൻ എന്താ തൊടുന്നതൊക്കെ നല്ല പോലെ ആവും, കച്ചവടമൊക്കെ നല്ല ലാഭം, എനിക്കെന്തോ അള്ളാഹു വാരിക്കോരി തരുന്നു, എന്റെ തഴമ്പ് കണ്ടിട്ടാ, അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നുമല്ല. പഠിച്ചു വെച്ച ഒരു ഇൽമ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കുന്ന മനുഷ്യൻ അള്ളാഹു 4 ശിക്ഷ കൊടുത്തു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും നേരെ ഇരുന്നിട്ട് കേക്ക്. അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണു തെള്ളുന്നവൻ, തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയ്ക്കകത്ത് നല്ല കച്ചവടം ഉണ്ട്, ഇവന് കച്ചവടം ഇല്ല, അവൻ ഇങ്ങനെ നോക്കി പ്രാപിക്കൊണ്ടിരിക്കുന്നവൻ, നിനക്ക് അള്ളാഹു 4 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ല, ഇന്ന് പരസ്പരം ഏറ്റവും കൂടുതൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ട്. ആദ്യം അസൂയ തോന്നുന്നത് ആർക്കാ? നിങ്ങളോട്. നിങ്ങൾക്ക് ഏറ്റവും ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ആദ്യം തോന്നുന്ന ആർക്കാന്നറിയാവോ? നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നുമല്ല, നിന്റെ കൂടപ്പിറപ്പിന് തന്നെ ആയിരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന അയൽവാസിക്കായിരിക്കത്തില്ല, മറ്റുള്ള കുടുംബക്കാർക്കായിരിക്കത്തില്ല, നിന്റെ കൂടപ്പിറപ്പിനായിരിക്കും. തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഉറക്കപ്പറ, എന്താ നബിയുടെ പേര് ഇട്ടിട്ടുണ്ടായിരിക്കണേ? യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. വാപ്പാന്റെ അടുക്ക പോയി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യാക്കൂബ് നബി മോനോട് പറഞ്ഞ മറുപടി എന്താ? മോനെ, നാട്ടുകാരോട് പറയരുതെന്നല്ല പറഞ്ഞേ, നിന്റെ കൂടപ്പിറപ്പുകളോട് പറയരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെന്തേ പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ തോന്നും. പക്ഷെ എന്ത് സംഭവിച്ചു? യൂസുഫ് നബി പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ തയ്യാറായത് കൂടപ്പിറപ്പായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യ അസൂയ തോന്നുന്നത് കൂടെ പറയും, എന്റെ അനിയനല്ലേ നന്നായിരിക്കട്ടെ, എന്റെ അനിയനല്ലേ, നാവ് കൊണ്ട് പറയും, എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെറിയത്. അതുകൊണ്ടാണ് മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണ്ഡിതന്മാരൊക്കെ പറയണത്, സഹോദരങ്ങൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. സഹോദരങ്ങൾ, കുടുംബക്കാരിങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ വല്ലാത്ത ശത്രുതയായിരിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, സഹോദരങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചു മാത്രമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നും ഒരു കൂടപ്പുറപ്പായിട്ട് തല്ലാനല്ല ഞാനിത് പറഞ്ഞത്. എന്നിട്ട് നോക്ക്, കൂടപ്പുറപ്പായിട്ട് തല്ലുണ്ടാക്കാനല്ല പറഞ്ഞത്. നീ മറ്റൊരാളോട് അസൂയ വെച്ച നിനക്ക് അല്ലാഹു തരുന്ന 4 ശിക്ഷ. ഒന്ന് കേട്ടോ, നേരെ ഇരിക്കും മനുഷ്യന്മാരെ, നേരെ ഇരിക്കും. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ടെൻഷൻ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് നീ അസൂയ വെച്ച നിനക്ക് കിട്ടണ 1ാമത്തെ പടി, നിനക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. നിനക്കല്ല സമാധാനം തരൂല. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അവനെ കുറിച്ച് ചിന്തിക്കും.
ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്നത്. രണ്ട്, എന്നിട്ട് നോക്കിയോ, രണ്ടാമത്തെ ശിക്ഷ മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടിട്ട്, അവന്റെ ഏതെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അള്ളാഹു അവന്റെ കൽബില് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ കോടികളുടെ ആസ്തിയുണ്ട്, എന്നാലും 10 നയാ പൈസ പാവപ്പെട്ടവർ കൊടുക്കത്തില്ല, പിന്നെയും കൂട്ടി വെക്കും. അറിയില്ലേ? എത്രയോ ആൾക്കാരുണ്ട്, കോടികളുടെ ആസ്തി, അവൻ എത്ര പണം ഉണ്ടെന്ന് അവനെന്നറിയില്ല, എന്നാലും 10 രൂപ പാവപ്പെട്ടവർ കൊടുക്കും. ആർത്തി തീരൂല, പിന്നെ കൂട്ടാ, പിന്നെ വാരി കൂട്ടാനുള്ള ആർത്തി അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് മനുഷ്യ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അതില്ലാതെ പലർക്കും. എത്രയോ കോടീശ്വരന്മാരുണ്ട്, അള്ളാഹു പടച്ചവന് അങ്ങനെ ഒരു മനസ്സില്ലാത്തവർ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പടച്ച റബ്ബ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഇങ്ങോട്ട് കേക്ക്. നിന്നെ അള്ളാഹ് വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല അള്ളാഹു നിന്നെ വളർത്തിയത്. മൂന്നാമത്തെ ശിക്ഷ, നീ ആരെ കുറിച്ചാണോ, നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു എന്നെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അള്ളാഹ് ഇങ്ങനെ പന പോലെ വളർത്തും. ഇവൻ ഇങ്ങനെ കണ്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകിത്തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യ മനുഷ്യങ്ങൾ ആലോചിക്കുക. നിന്നെക്കാരും ബേജാറ് നിന്റെ അയൽവാസിക്ക, നിന്നെക്കാരല്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇക്ക നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്ര ഉയർച്ചയുണ്ടായെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, എനിക്ക് ശത്രുക്കൾ കൂടുതൽ അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല. നിന്റെ അസൂയ വെക്കുന്നവർ, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാർ, നിന്റെ കൂട്ടുകാർ, അവർ അസൂയ വെക്കുമ്പോ അള്ളാഹു അവന് കൊടുക്കുന്ന പണിയാ നിന്നെ വളർത്തുന്നത്. അള്ളാഹു നമ്മളെ അസൂയ വെക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യേണ്ടവർക്ക് വേണ്ടി അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാതെ അസൂയ വെക്കുന്ന കുറ്റം പറഞ്ഞിടക്കല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ശിക്ഷ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അള്ളാഹു തൊടുന്നതൊക്കെ ലാഭമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസൂയ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടത്തിലായിരിക്കും. നീ നിന്റെ കടയിൽ കച്ചവടമില്ല, അയൽവാസിയുടെ കടയിലെ കച്ചവടം കണ്ടുകൊണ്ട് നീ പ്രാപിക്കൊണ്ടിരുന്ന നീ എത്തിയും കാണില്ലാവും, അവൻ അള്ളാഹ് വാരി കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ കൊട്ടാരം കണ്ടിട്ട് നീ കണ്ണു തള്ളണ്ട, അവളെ പ്രാവണ്ട, അവളെ ശപിക്കണ്ട, അവളെ കുറ്റപ്പെടുത്തണ്ട, അവളെ കുറിച്ച് കുറ്റം പറയണ്ട. അസൂയ വെച്ചാൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? ഇത് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയമുള്ളവരെ, അസൂയ വെക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്? വഇല്ലമ തർലാ ബിമാ കസംതലക സല്ലല്ലാഹു അലൈക ദുനിയാ ഹത്താ തർഖുല ഫീഹാ കർഖലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചറപ്പവനെ ദുനിയാവിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ മൃഗങ്ങൾ കടന്ന് ഓടുന്നത് പോലെ ഇവൻ ദുനിയാവിന്റെ പുറകെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പണമുണ്ടോ എന്ന് ചോദിച്ചാ കോടികളുണ്ട്, കേറി കിടക്കാറ് കൊട്ടാരമുള്ള വീടുണ്ട്, ഭാര്യയും മക്കളും കൂടെയുണ്ട്, കഴിക്കാൻ ഒരുപാട് ഭക്ഷണമുണ്ട്, പക്ഷേ തിന്നാ വയറ് നിറയൂല, എത്ര കിട്ടിയാലും മതി വരൂല. പിന്നെയും ഇങ്ങനെ പരക്കം പായുകയാ. ഇങ്ങനെ പാഞ്ഞു അവന്റെ ജീവിതം തീർന്നു പോകുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയാണെങ്കിലും സന്തോഷമുണ്ടാകണം. പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും, കഴിക്കാൻ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ കഴിയണം. അല്ലാഹു നിനക്ക് ഇത്ര തന്നല്ലോ, പടച്ചവനെ, നിനക്ക് വാടക വീടാണ് പടച്ചറപ്പ് തരുന്നതെങ്കിൽ നീ ചിന്തിക്കണം, പടച്ചവനെ, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേര് കടത്തിണ്ണയിൽ കിടക്കുന്ന അല്ലാ, എനിക്ക് പടച്ചറപ്പ് വാടകയ്ക്കാണെങ്കിലും ഒരു വീട് തന്നല്ലോ. കൊട്ടാരം കാണുമ്പോ നീ ചിന്തിക്കണം, പടച്ചവരെ, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കുടിലെനിക്ക് പടച്ചുറപ്പ് തന്നല്ലോ. അസൂയ വേണ്ട ചെറുപ്പക്കാരാ, മോനെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പൊന്നുമോന്. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷാ ബീബി പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുന്നില്ല. എന്റെ കൂടെ കിടന്ന പ്രവാചകനെ പാതിരാത്രി നോക്കുമ്പോ കാണുന്നില്ല.
അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ആയിഷ ബീബി തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെ? എന്റെ ഭർത്താവ് പാതിരാത്രി എവിടെയാണ് ഇറങ്ങിപ്പോയത്? മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയതാണോ? ആയിഷ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അതാ പാതിരാത്രി നോക്കുമ്പോ മസ്ജിദുൻ നബവിക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാ. ആരോ കടന്ന് കരയുകയാണ്, ആരോ കടന്ന് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അടുത്ത് ചെന്ന് നോക്കുകയാണ്, എന്താണ് എന്റെ ഭർത്താവ് പാതിരാത്രി സുജൂദിൽ കിടന്ന് പറയുന്നത്? അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ടവനായി എന്നെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ ഈ ദുനിയാവിൽ നീ ജീവിപ്പിക്കണേ പടച്ചവരെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെക്കാളും പാവപ്പെട്ട ഒരു മനുഷ്യനും ലോകത്തില്ല. അതുപോലെ പട്ടിണി കിടന്ന ഒരു കുടുംബവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, വയറ്റത്ത് കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കയറി വരും. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്തേക്ക് വരുന്നത്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിലെ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് തിന്നാൻ വല്ലതും ആയിഷ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ മൂലയിൽ പോയിട്ട് ചുരുണ്ട് കിടക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവരുടെ കുടുംബ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പടച്ചവനെ ഒരു ദിവസം വീട്ടിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കി, അവിടെ നിന്നൊരു റൊട്ടി ഉണ്ടാക്കി. പടച്ചവനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ആ റൊട്ടി എടുത്ത് പാത്രത്തിൽ വെക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഓർക്കുകയാണ്. പടച്ചവരെ, എന്റെ കയ്യിൽ ആകെയുള്ളതൊരു ചപ്പാത്തിയാണ്. തന്റെ ഭർത്താവും രണ്ട് മക്കളും മുന്നിലിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ കിട്ടിയ ഒരു റൊട്ടി പടച്ചവനെ വെള്ളമാവ് വെച്ചൊരു റൊട്ടി ഉണ്ടാക്കി. അത് കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണ് നിറയുകയാ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? എന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായല്ലോ. അല്ലാഹുവേ, കയ്യിലിരുന്ന ഒരു റൊട്ടി രണ്ടായിട്ട് കീറുകയാണ്. എന്നിട്ട് തന്റെ ഭർത്താവിന്റെയും മക്കളുടെ മുന്നിൽ പകുതി വെച്ചിട്ട് പകുതി ചപ്പാത്തിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ കയ്യിൽ പകുതി ചപ്പാത്തി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാപ്പാ. എന്റെ വാപ്പ ഇത് കഴിക്കെന്ന് പറഞ്ഞു പകുതി ചപ്പാത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ എന്തിനാണ് കരയുന്നത്? എന്റെ വാപ്പ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചു, തന്റെ പൊന്നുമോളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചെവിയിൽ പറയുന്നു, ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് ഫാത്തിമ. 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെണ്ണ്. അല്ലാതെ എത്ര കിട്ടിയാലും തീരാതെ പടച്ചവനെ ആർത്തിയോടെ നടക്കുന്നതിൽ കാര്യമില്ല. പടച്ചറപ്പ് എന്ത് തരട്ടെ? അല്ലാഹു നിനക്ക് പണം തന്നാലും തന്നില്ലെങ്കിലും പടച്ചവൻ നിനക്ക് പട്ടിണിയാണ് തരുന്നത്. നിനക്ക് അല്ലാഹു വീട് തരുന്നില്ല, അല്ലാഹു നിനക്ക് മക്കളെ തരുന്നില്ല, അല്ലാഹു നിനക്ക് മാരക
രോഗമാണ് തന്നത്. എന്ത് തന്നാലും കുറ്റം പറയല്ലേ ചെറുപ്പക്കാരാ. എന്ത് പരീക്ഷണം തന്നാലും നീ പടച്ചുറപ്പിനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. ആരാ അയ്യൂബ് നബി? ആരാ അയ്യൂബ് നബി? ആരാ അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും പടച്ചവരെ പുകഴ്ത്തുമായിരുന്നു. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താന് പോലും അസൂയ തോന്നുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താന് അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ. അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിന്നെ ഓർക്കുന്നത്. ഒരു പരീക്ഷണം കൊടുത്താ നിന്നെ മറക്കും പടച്ചവര്. അല്ലാഹു പറഞ്ഞു, ഒരിക്കലും എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇല്ല പടച്ചവര്, പരീക്ഷണം കൊടുത്താ മറക്കും പടച്ചവര്. എന്റെ പ്രിയമുള്ളവര്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 80 വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവരെ കൊട്ടാരങ്ങൾക്ക് നടുവില് ഭാര്യമക്കളുടെ കൂടെ ഒരിക്കൽ പോലും പട്ടിണി എന്തെന്നറിയാതെ കഠിന പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. 81 കൊല്ലം സുഖിച്ച് ജീവിച്ചു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാ. തന്റെ വീടിടിഞ്ഞ് വീഴുകയാണ്. പല ഭാര്യയും മക്കളും മരിച്ചു. പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരന് ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ശൈത്താൻ ചോദിച്ചു, അയ്യൂബേ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം തന്നു. ആ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. പടച്ചവനെ, ശൈത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു അയ്യൂബ് നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു. ഒരു മാരക രോഗമാണ് കൊടുത്തത്. ഒരാൾക്കും ഇന്ന് വരെ കൊടുക്കാത്ത രോഗം. പടച്ചവരെ, ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. പൊട്ടി ഒലിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ്. ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല. രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം 81 വർഷക്കാലം അല്ലാഹുവേ സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും അടിച്ചിറക്കുകയാ. അയ്യൂബ് നബി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു. കൂടെ ഒരേ ഒരു ഭാര്യ പോയി. പടച്ചവനെ, എല്ലാം നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരു തലവേദന വരുമ്പോ കുറ്റം പറയുന്ന മുസ്ലിമേ, ഒരു പനി വരുമ്പോ, ഒരു എന്തെങ്കിലും ഒരു വേദന വരുമ്പോ പടച്ചറപ്പിനോട് പരാതി പറയുന്ന മുസ്ലിമേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പരീക്ഷണം കൊടുത്തു. അവിടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. അയ്യൂബ് നബി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഭാര്യ വന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താ, ഈ രോഗമൊന്ന് മാറ്റി തരണേ എന്ന് ദുആ ചെയ്താ അല്ലാഹു മാറ്റി തരുമല്ലോ. നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? അയ്യൂബ് നബി പറഞ്ഞ മറുപടി, പെണ്ണ്, 81 വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. എനിക്ക് ആരോഗ്യം തന്നു. എനിക്ക് ഭാര്യ മക്കളെ തന്നു. എനിക്ക് കൊട്ടാരം തന്നു. എനിക്ക് പണം തന്നു. എല്ലാം എനിക്ക് പടച്ചുറപ്പ് തന്നു. ഇന്ന് വരെ എന്തിനാണ് റബ്ബേ ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇന്ന് അല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബ്ബിനോട് പരാതി പറയാ എന്നെ കൊണ്ട് കഴിയില്ല പെണ്ണ്. നോക്കി നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴിയെ പോകാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഒരു ചെറിയ തലവേദനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ബാപ്പാ, 18 കൊല്ലമാണ് അയ്യൂബ് നബി ഇങ്ങനെ നടന്നത്. 1 വർഷവും 2 വർഷവുമല്ല. ഈ രോഗവുമായിട്ട് 18 കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലും അല്ലാ ഇതൊന്ന് ശിഫയാക്കി താ അല്ലാ.
എന്ന് ദുആ ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തരുന്നത് എന്താകട്ടെ, അത് സന്തോഷമാകട്ടെ, അത് സമാധാനമാകട്ടെ, അത് രോഗമാകട്ടെ, അത് കടമാകട്ടെ, അത് പ്രയാസമുള്ളതാകട്ടെ, പടച്ചവൻ ഇതെല്ലാം തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹ് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണ് വാപ്പാ. അല്ലാതെ നീ പറയും പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അള്ളാഹ് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, എനിക്ക് മക്കളെ തരാത്തത്, എനിക്ക് കടം തരുന്നത്, എനിക്ക് വീട് തരാത്തത്, എന്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടാത്തത്, എല്ലാം പടച്ചവന് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും പറയല്ലേ മോളെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാഗാ, അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ജീവിതത്തിലെ പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലോ. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാപ്പാ. അല്ലാഹു തന്നത് തൃപ്തിപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരർ നീയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ. അല്ലാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തരുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഒറ്റ ഹദീസ് ഓർത്താ മതി. ഇല്ലാ യളമൽ ജസാഉ മാ യളമൽ ബലാ ഖാല നബിയുനാ റസൂലുള്ളാഹി ഖാല നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ വഴി. കച്ചവടം നഷ്ടത്തിലാണോ പോട്ടെ, പെണ്ണ് കെട്ടി മക്കളില്ലേ പോട്ടെ, വീടില്ലേ പോട്ടെ, എല്ലാം വിട്. ഒറ്റ ഹദീസ് എഴുതി വെച്ചാ മതി. അള്ളാഹു നിനക്ക് സമാധാനം തരും. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. നേരെ ഇരിക്കുമെങ്കിൽ പറഞ്ഞുതരാം. നേരെ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കത്തെ. ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടായിരിക്കില്ലേ അപ്പൊ നിനക്ക് നിറച്ചുണ്ടായിരിക്കും. അതെടുത്ത് കളയാൻ അള്ളാഹിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. എടുത്തു കളയാൻ വല്ല വേണോ? ഇവിടുത്തെ ബേക്കറി, ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെള്ളിയാഴ്ച ഇരുത്തി പിരിപ്പിക്കാൻ അള്ളാഹിന് കൂടുതൽ സമയം വേണോ? നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തോർത്തും പിരിച്ചിരുത്തിയിട്ട് വല്ലതെന്താ എന്ന് ചോദിപ്പിക്കാൻ അള്ളാഹിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനം വേണോ? ബക്കറ്റ് ഗ്ലാസിന്റെ സമയമായിടാ ഇല്ല. വേണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഹദീസ് ഇല്ല യളമൽ ജസാഉ മാ യളമൽ ബലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഇല്ലേ മനുഷ്യ? ഉണ്ടോ? ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ എന്ന് പറ. ഉണ്ടോ? ഉറക്കപ്പുറ ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? അള്ളാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് നിനക്കുള്ള ദുഃഖം തന്നെ. നിന്റെ കച്ചവടം ഇപ്പൊ നഷ്ടത്തിലായത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിനക്ക് നല്ല ലാഭം വരാൻ പോകുന്നു, അതിന്റെ ഒരു അടയാളമാണ് ഈ ദുഃഖമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 സൂറത്ത് ഓതിയാൽ മതി. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ 2 സൂറത്ത് ഓതിയ അന്ന് ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും. നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരും. അള്ളാഹുവിന്റെ ഖുർആനിലെ 2 ചെറിയ സൂറത്ത് രാവിലെ ഓതിയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ നിനക്ക് വേണമെങ്കിൽ ഓതി. നിനക്ക് സമാധാനം കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓത്. ഏത് സൂറത്ത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ 1ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക വമദഅനാ അൻക വിസ്റക ഈ സൂറത്ത് ഓതാ. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ 2 റക്അത്തിലും ഈ 2 സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്ക്. അന്ന് കിടന്നുറങ്ങുന്നത് വരെ അല്ലാഹു നിനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടാ. നാളെ രാവിലെ എന്തായാലും ഈ ഞാൻ പറഞ്ഞതല്ലേ, ഇത് ഉള്ളതാണോ ഇല്ല കള്ളമാണോ എന്ന് അറിയാൻ ഒന്ന് ടെസ്റ്റ് എങ്കിലും ചെയ്ത് നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്തിട്ട് നീ രക്ഷപ്പെട്ട എല്ലാ ദിവസവും ചെയ്തു അള്ളാഹു ബർക്കത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു മൂന്നാമതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശിച്ചു കൊടുത്ത മൂന്നാമത്തെ കാര്യം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി പറഞ്ഞു വഹസിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽവാസിയെ സ്നേഹിച്ച നീ യഥാർത്ഥ ഒരു മുഅ്മിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അബൂ ഹുറൈറ വഅഹ്സിൻ ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറിയ വതകുൻ മുഅ്മിനാ, നീ യഥാർത്ഥ ഒരു മുഅ്മിനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ കൊണ്ട് സത്യം ഒരു മനുഷ്യന് മുഅ്മിനാകൂല. അല്ലാഹുവിനെ കൊണ്ട് സത്യം ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബിയേ ആരാ നബിയേ ആരാ നബിയേ സഹാബത്ത് വിടന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യഅ്മനു ജാറഹു വവായികഹു, തന്റെ അയൽവാസിയെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ അവൻ ഒരിക്കലും വിശ്വാസിയാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വാപ്പാ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിലെ ഇമാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 24 മണിക്കൂറും കയ്യിൽ ഫർദാ തസ്ബീഹും പിടിച്ച് ഹിജാബ് വിട്ട് ശരീരം മറച്ച് നടക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അയൽവാസിയെ നീ വേദനിപ്പിക്കുന്നവനാണോ, നീ അല്ലാഹുവേ യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹു അലാ നാഖദിഹിൽ ജദആ ഫീ ഹജ്ജത്തിൽ വദാ, ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിൽ ചെവി അറ്റുപോയ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ ഊസീകും ബിൽ ജാർ, അയൽവാസികളെ നിങ്ങൾ സൂക്ഷിക്കണേ, അയൽവാസികളെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മാസാല ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അയൽവാസികളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, അയൽവാസികളുടെ മഹത്വം പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന്റെ സമ്പത്തില് അനന്തര അവകാശം പടച്ചവനെ അയൽവാസികൾക്കുണ്ടോ എന്ന് പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു സഹാബാ. അയൽവാസികളോട് വല്ലാത്ത കടമയാ, അയൽവാസികളോട് വല്ലാത്ത കടമയാ. എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികളെ വേദനിപ്പിക്കാൻ പാടില്ല, അയൽവാസികളെ വേദനിപ്പിക്കാൻ പാടില്ല. ആരാ അയൽവാസികൾ? ആരാ? നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീട്, നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീട് നിന്റെ അയൽവാസികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീടുകള്, അത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ, കുടുംബക്കാരനാകട്ടെ കുടുംബക്കാരനാകാതിരിക്കട്ടെ, 40 വീടും നിന്റെ അയൽവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഗസാലി റഹ്മഹുള്ളയുടെ വീട്ടില് പടച്ചവനെ എലിശല്യം വല്ലാത്തതായിരുന്നു, എലികളുടെ ശല്യം കൂടുതലാണ്. പടച്ചവനെ, ഇമാം ഗസാലി റഹ്മഹുള്ളയുടെ വീടിനകത്ത് എലിശല്യം കൂടിയപ്പോ ഒരാൾ പറഞ്ഞു,
തങ്ങളെ, ഒരു പൂച്ചയെ വീട്ടിൽ നിർത്തിയാൽ എലികളെല്ലാം പുറത്തു പോകുമല്ലോ. ഒരു പൂച്ചയെ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞ എലികളുടെ ശല്യം മാറുമല്ലോ. ഒരു പൂച്ചയെ നിർത്തിക്കൂടെ എന്ന് ഇമാം ഗസാലി തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മനുഷ്യ, എന്റെ വീട്ടിലൊരു പൂച്ചയെ കൊണ്ടുവന്നാൽ എലികൾ മുഴുവനും എന്റെ അയൽവാസികളുടെ വീടിനകത്ത് കയറുമല്ലോ, അവർക്കത് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു പൂച്ചയെ വാങ്ങി നിർത്താത്തതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ ഇല അക്കരയിൽ വീണ തമ്മിലടിക്കുന്ന മുസ്ലിമേ, വെള്ളത്തിന്റെ പേരില് അല്ലാഹുവേ പടച്ചവനെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അയൽവാസികൾ പരസ്പരം തമ്മിലടിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കൊട്ടാരം പോലെ വലിയ വലിയ വീട് പണിയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നീ നിന്റെ വീട് ഉയർത്താൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നീ നിന്റെ വീട് പോലും പൊക്കാൻ പാടില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല നബിയിനാ റസൂലുള്ളാഹി. നിന്റെ പൈസ കൊടുത്തിട്ട് നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക, അവന്റെ വീട്ടിലേക്ക് വായു തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി വീട് പോലും വെക്കാൻ പാടില്ല. ഇവിടെ ഇല വീണേന്റെ പേരിൽ തല്ലുന്നേ. എടാ, ഇവന്റെ പറമ്പിൽ നിന്നിട്ട് ഒരു മരത്തിന്റെ ഇല മൊത്തം അങ്ങോട്ട് വീഴുന്നടാ, ഒരു കമ്പ് വെട്ടൂല, കൊന്നാലും. പടച്ചവനെ അയൽവാസി മരിച്ചാലും കേറൂലടാ. ശത്രുത. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാനായ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ അബൂ സിനാ തങ്ങളുണ്ടല്ലോ, അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനൊരു യഹൂദിയാണ്. പടച്ചവനെ എല്ലാ ദിവസവും കാഷ്ടവും വേസ്റ്റും കൊണ്ടുവന്ന് വീടിന്റെ മുന്നിലിടുകയാണ്. അബൂ സിനാ തങ്ങളുടെ വീടിന്റെ മുന്നില് എല്ലാ ദിവസവും കാഷ്ടം കൊണ്ടുവന്നിടുകയാണ്. അബൂ സിനാ തങ്ങളൊന്നും പറയാറില്ല, എല്ലാം വാരിക്കളയുകയാ. എല്ലാ ദിവസവും അയൽവാസി കൊണ്ടിടുന്ന വേസ്റ്റ് മുഴുവനും തൂത്ത് വൃത്തിയാക്കുകയാണ്. പരാതി പറഞ്ഞില്ല, വഴക്കുണ്ടാക്കിയില്ല, കേസ് കൊടുത്തില്ല. പടച്ചവനെ ഒന്നും മിണ്ടാതെ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു. അവസാനം അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ച് കിടക്കുമ്പോ, അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ പൊന്നുമകനോട് പറയുന്നു, മോനെ സിനാനെ, അയൽവാസിയായ മനുഷ്യനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? ഈ ചരിത്രം ഇന്ന് വഴുത് കേൾക്കാമെന്ന ഓരോ പെണ്ണിനുമുള്ളതാണ്. ഓരോ പെണ്ണും പഠിക്കേണ്ട ചരിത്രമാണ്. അബൂ സിനാ തങ്ങളെ പൊന്നുമോനോട് പറഞ്ഞു, ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരാറ്. അല്ലാഹുവേ, പൊന്നുമകൻ ചെന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ വിളിക്കുന്നു. പടച്ചവനെ, യഹൂദിയായ മനുഷ്യൻ അല്ലാഹുവേ അവിടുന്ന് കരുതി ഇതിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മനുഷ്യ, ഒരുപാട് നാളുകളായി നിങ്ങൾ എന്റെ വീടിന്റെ മുന്നിലേക്ക് വേസ്റ്റ് വാരിയിടുന്നുണ്ട്, കാഷ്ടവും മൂത്രവും എടുത്തൊടിക്കാറുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല, ഞാൻ സ്വന്തമായിട്ടാണത് മുഴുവനും വൃത്തിയാക്കുന്നത്. പക്ഷേ എനിക്കിന്ന് രോഗം വന്നത് കാരണം എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഞാൻ കിടപ്പിലായി പോയി. ഇനി എങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇടാൻ പാടില്ല. രോഗിയായത് കാരണം ഇനി അത് വൃത്തിയാക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഇടല്ലേ എന്ന് പറയുമ്പോ ആ യഹൂദി ചോദിക്കുന്നു, മനുഷ്യ, നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ എന്നോട് ഇത് പറയുമെന്ന് കരുതിയിട്ടാണ്, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇതിടല്ലേ എന്ന് എന്നോട് പറയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത്. ഇത്രയും നാള് നിങ്ങൾ പറയാതെ വന്നപ്പോ എനിക്ക് വാശി കൂടി, പിന്നെയും ഞാൻ ഇങ്ങനെ ഇടുകയാണ്. ഇത്ര കൊല്ലമായിട്ടും ഒരിക്കൽ പോലും നിങ്ങൾ എന്തേ ഒന്ന് പരാതി പറയാതിരുന്നത്? നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നല്ലോ. എന്തേ പറയാതെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ സിനാ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരൊറ്റ മുസ്ലിമും ഈ ഹദീസ് മറക്കല്ലേ, ഈ ഹദീസ് ഒരൊറ്റ പെണ്ണും മറക്കല്ലേ. അബൂ സിനാ തങ്ങൾ പറയുകയാണ്, മൻ മാത വലഹു ജീറാനുൻ സലാസ,
കുല്ലുഹും റാദൂന അൻഹു ജിറ ലഹു വലഹുൽ ജന്ന. എന്റെ പ്രിയമുള്ളവരെ, നീ മരണപ്പെടുമ്പോ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ അയൽവാസികൾ, 3 അയൽവാസികൾ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വാപ്പാ നീ മരിച്ചു പോകുമ്പോ നിന്റെ അയൽവാസികളായ 3 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ സ്വന്തമായിട്ട് ചോദിക്ക്, നിന്റെ അയൽവാസികൾ പറയുവോ? പറവാപ്പാ നിന്റെ അയൽവാസി പറയുവോ? പെണ്ണെ നിന്റെ അയൽവാസികൾ പറയുവോ? നീ മരിച്ചാ പറയും അൽഹംദുലില്ലാഹ്, ഇവളൊന്ന് തീർന്നല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണുണ്ട് നബിയേ, എന്റെ അയൽവാസിയാണ് നബിയേ. അവൾ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നവളാ. അവൾ എല്ലാ ദിവസവും തിങ്കളും വ്യാഴവും അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും ആ പെണ്ണ് നോമ്പാട്. എല്ലാ ദിവസവും അവൾ നിസ്കരിക്കുന്നവളാണ്, അവൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണ്, അവൾ ഖുർആൻ ഓതുന്നവളാണ്, അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കും നബിയേ. അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ആ മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഫഇന്ന അഹ്ലന്നാർ, അവർ നരകത്തിന്റെ അവകാശിയാ. അവള് നരകത്തിന്റെ അവകാശിയാ. ഫർദയും ധരിച്ച് വഅദ് കേൾക്കാൻ വന്ന പെങ്ങളെ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവളാണോ? അയൽവാസികളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവളാണോ? നിനക്ക് സ്വർഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന മൻ ജാറഹു ബവായികഹു. തന്റെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ കിടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികൾ കടം ചോദിച്ചാ കൊടുക്കണം, അവരെ സഹായിക്കണം, അവിടെ രോഗമില്ലെങ്കിൽ സന്ദർശനം നടത്തണം, അവര് പാവപ്പെട്ടവരെ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായവും ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയുടെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്. ആരെയോ കാത്തു നിൽക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരെയാ നബിയെ തിരയുന്നത്? ആരെയാ നബിയെ തിരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഉമറിനെയാണ് തിരയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ, ഉമറേ, ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വന്ന ആ പാവപ്പെട്ട മനുഷ്യര് നീ വെറും കൈയോടെ മടക്കിയത് ശരിയായില്ല ഉമറേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് അയൽവാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യനതാ സഹായം ചോദിച്ചു വരികയാണ്. ഉമർ തങ്ങൾ ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞു വിട്ടു. എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയേ, എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, നിന്റെ കയ്യിൽ പട്ടുവസ്ത്രം വിറ്റ പണമുണ്ടായിരുന്നല്ലോ, പട്ടുവസ്ത്രം വിറ്റ കാശ് നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അയൽവാസിക്ക് എന്താണ് നീ കൊടുക്കാതിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
മറന്നുപോയി നബിയേ, എന്റെ കയ്യിൽ പൈസയുള്ള കാര്യം ഞാൻ മറന്നുപോയി നബിയേ. മറന്നത് കാരണമാണ് കൊടുക്കാത്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അയൽവാസി വന്ന് സഹായം ചോദിക്കുമ്പോ അത് പണമാകട്ടെ, വെള്ളമാകട്ടെ, ഉപ്പാകട്ടെ, അള്ളാഹുവേ എന്തെങ്കിലും പഞ്ചസാരയോ എന്തുമാകട്ടെ, അല്പം എന്തെങ്കിലും വസ്തുവാകട്ടെ, ഒരു കത്തിയാകട്ടെ, അയൽവാസി വന്ന് ചോദിക്കുമ്പോ കൊടുക്കാത്ത മനുഷ്യ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, അഖ്റജഹുല്ലാഹു റൂഹഹു അലാ ഗൈരി ഷഹാദാ. അറിഞ്ഞുകൊണ്ടാണ് നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടാണ് നീ കൊടുക്കാതെ ഇരുന്നതെങ്കിൽ ഉമറേ, ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ നിന്റെ ദാഹം മാറൂല ഉമറേ. എന്റെ പ്രിയമുള്ളവരെ, കയ്യിൽ വെച്ചിട്ട് പടച്ചവരെ പാവങ്ങൾക്ക് കൊടുക്കാത്തവര്, പാവപ്പെട്ടവരെ സഹായിക്കാത്തവര്, യതീമക്കളെ സഹായിക്കാത്തവര്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാത്തവര്, അള്ളാന്റെ റസൂല് പറയുകയാണ്, നിന്റെ കയ്യിൽ വെച്ചിട്ടാണ് അറിഞ്ഞുകൊണ്ടാണ് നീ കൊടുക്കാതെ ഇരുന്നതെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ, കടലിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്താൽ നിന്റെ ദാഹം മാറൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവന്റെ ശിക്ഷയോ അല്ലാഹുവേ. പാവങ്ങളെ മറന്നു പോകുന്നവർ, തന്റെ വീട്ടിന്റെ ചാരത്ത് കിടക്കുന്ന ക്യാൻസർ രോഗികൾ, പടച്ചവരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ വകയില്ലാത്തവർ, യതീമായ പൊന്നുമക്കളെ കെട്ടിച്ചു കൊടുക്കാ പണമില്ലാതെ കണ്ണുനീര് കുടിക്കുമ്പോ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാൻ മടിക്കുന്ന മുസ്ലിമേ, ഏത് വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറൂല. റസൂലുള്ളാഹി പറയുകയാ, അലാ ഗൈരി ഷഹാദാ. നിനക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാ നിന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവര്, മോനെ നിനക്കൊരു നല്ല മരണം കിട്ടൂല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? പടച്ചവനെ സംസം വെള്ളം കുടിച്ച് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ ആഗ്രഹമില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യര് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ 48 കുട്ടികളുണ്ട്. അള്ളാഹുവേ, യതീമായ മക്കളോ പടച്ചവനെ, ആ മക്കൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. യതീമായ മക്കളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ, ഈ യതീമായ മക്കളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. അള്ളാഹുവേ, ഈ മക്കളെ ആരെല്ലാം സഹായിക്കുന്നോ അവരുടെ മരണസമയത്ത് ദാഹം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സംസം വെള്ളം കുടിച്ച് മരിക്കാൻ, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ, മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദഖയുടെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. 48 യതീമായ മക്കൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അവരുടെ മുന്നിൽ ബിസ്മില്ലാ, അവർക്ക് വേണ്ടിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ, ആരെല്ലാം പടച്ചവനെ ഈ യതീമായ മക്കൾക്ക് വേണ്ടി ആരെല്ലാം സദഖ കൊടുക്കുന്നു, അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദഖയുടെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, ഷഹീദായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുവാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുവാറുള്ള ആയത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവേ, ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവനെ, അയൽവാസികളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂടപ്പറപ്പുകളെ പോലെ തന്റെ അയൽവാസികളെ സ്നേഹിക്കുന്ന വാപ്പാ, അയൽവാസികളെ സ്നേഹിക്കുന്ന പെങ്ങളെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? യഖ്റുജു റിജാലു മിൻ ഉമ്മതി വവുജൂഹുഹും വവുജൂഹുൽ ബദരി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അതാ ചില ആൾക്കാരുടെ മുഖം ഇങ്ങനെ 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുകയാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ പടച്ചവരെ, ഒരു വിഭാഗം ജനങ്ങൾ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. വൈദാറാഹും മഹ്ശരീന കുല്ലു മൻ ഹൗലാ. എല്ലാവരും ചോദിക്കുന്നു, ഇവരാരാ? ഈ പ്രകാശിക്കുന്ന വിഭാഗമാരാ? ഈ മുഖം പ്രകാശിക്കുന്ന വിഭാഗമാരാ? എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികളെ സ്നേഹിക്കുന്ന വാപ്പാ, അയൽവാസികളെ സ്നേഹിക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ നീ പരലോകത്തേക്ക് കടന്നു വരുമ്പോ നിന്റെ മുഖം പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ അയൽവാസി ഒരു കാഫിറാണോ? നിന്റെ അയൽവാസി ഒരു കാഫിറാണോ? വലൗ കാന കാഫിറാ, അവനൊരു കാഫിറാണെങ്കിലും നീ ബഹുമാനിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ